ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റാണ് നോക്കുന്നത്. അതിൽ ഇസ്രായേൽ തന്നെയാണ്. ഇന്ന് 4 ബന്ദികളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മളിതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ 4 സെയിം പേരിലുള്ള ലേഡീസിനെ തന്നെയാണ് വിട്ടുകൊടുത്തത്. IDF ഉദ്യോഗസ്ഥരാണ് അവർ. പക്ഷെ അവരെ വീട്ടിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ആഘോഷപൂർവ്വമായിട്ടാണ് ഈ ഒരു സെർമണി ഹമാസ് നടത്തിയത്. ഗാസയ്ക്കുള്ളിലാണ് നടത്തിയത്. സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്ത് 4 പേരെയും നിർത്തി ഭയങ്കരമായിട്ട് ആഘോഷപൂർവ്വമാണ്. ഇവർക്ക് പ്രീ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രീ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിരിച്ച മുഖത്തോട് വന്ന് നിൽക്കണം. അതുപോലെ തന്നെ ഇവർ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹമാസിൽ നിന്നും, അതായത് ഈ ബന്ദി മോചനം നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ ബന്ദികളായിട്ട് തന്നെ അറിയപ്പെടാൻ പാടില്ല. ആ രീതിയിലുള്ള ഫേസും എക്സ്പ്രഷൻസ് എല്ലാം വേണം. ആ രീതിയിലാണ് പറഞ്ഞ് സ്റ്റേജിൽ കൊണ്ട് നിർത്തി കൊടുക്കുന്നത്. പിന്നെ ബന്ദികളാണല്ലോ, പറഞ്ഞതനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അവർ കൊണ്ടുവന്നു. ഗാസയിൽ സ്റ്റേജിൽ പ്രദർശനം നടത്തി. അതിനുശേഷം അവരുടെ ആ ഒരു ഗിഫ്റ്റ് ബാഗ് കൊടുത്തു. പിന്നെ റെഡ് ക്രോസിന്റെ വണ്ടിയിൽ കയറി അവർ റെഡ് ക്രോസ് ബോർഡറിന്റെ അവിടെ കൊണ്ടുവന്ന് IDF സോൾജേഴ്സിന്റെ അവിടെ കൈമാറുകയാണ് ചെയ്തത്. ഹെലികോപ്റ്ററിൽ അവരെ എടുത്ത് എയർലിഫ്റ്റ് ചെയ്ത് ഇസ്രായേൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഇസ്രായേലിൽ ശരിക്കും യഥാർത്ഥത്തിൽ ആഘോഷം. കാരണം അവർക്ക് ബന്ദികൾ മോചിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഹാപ്പിയാണ്. ഇസ്രായേലിലെ ഓരോ ആൾക്കാരും അവരുടെ മോചനത്തിന് നല്ല രീതിയിലുള്ള ഒരു വെൽക്കമിങ് കൊടുത്ത് അവരെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഹാപ്പിനെസ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇനി ഇസ്രായേൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 20,000 മുതൽ 25,000 ഹമാസ് തീവ്രവാദികളെ ഈ ഒരു ഒക്ടോബർ 7 ഈ യുദ്ധത്തിൽ, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നു തീർന്ന ഈ ഒരു യുദ്ധത്തിൽ ഏതാണ്ട് 20 മുതൽ 25,000 ഹമാസ് തീവ്രവാദികളെ വധിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ആഴ്ച അറ്റ്ലാന്റിക് കൗൺസിലിൽ വെച്ച് സംസാരിച്ചല്ലോ. ഹമാസ് ഏതാണ്ട് 15,000 മുതൽ 20,000 വരെ പുതിയ ന്യൂ കമേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്, എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ക്വിക്ക് ഹയറിംഗ് ആയിരുന്നു. വളരെ സ്പീഡപ്പ് ആയിട്ടാണ് ഈ ഹയറിംഗ് നടത്തിയത്. ഇത് ഏറ്റവും കൂടുതൽ ഈജിപ്റ്റ്, അതായത് ഈ ഗാസയ്ക്ക് പുറത്തുള്ള ആ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു ഡെസേർട്ട് ഏരിയ, അവിടെയാണ് ഈ ഒരു ഹയറിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പല ക്യാമ്പുകളിൽ ഇവർ സന്ദർശിക്കാറുണ്ട്. ഇവരുടെ സ്പൈ ആയിട്ടുള്ള ആൾക്കാർ ക്യാമ്പുകൾ സന്ദർശിച്ച് ക്യാമ്പിൽ നിന്നും കൺവിൻസ് ചെയ്ത് ആൾക്കാരെ, അതായത് ടീനേജ് അഥവാ 15-16 വയസ്സുള്ള ചെറിയ പയ്യന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ 15,000 മുതൽ 20,000 പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ട് പുറത്തു വരുന്ന വിവരം. ഇനി ഈ ഒരു പയ്യന്മാരുടെ, ഈ ഒരു ഹയർ ചെയ്ത ആൾക്കാരുടെ ഒരു ചൈൽഡ്ഹുഡ് ഏജ് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇത് നമ്മൾ വെറുതെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റിപ്പോർട്ടല്ല, ഇത് പാലസ്തീനിയൻ ക്രോണിക്കിൾ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏതാണ്ട് ഈ 1 മില്യൺ വരുന്ന പാലസ്തീനിലുള്ള കുട്ടികൾക്ക് മാനസികാവസ്ഥ ശരിയല്ല എന്നാണ് പാലസ്തീനിയൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. അവിടുത്തെ ഗാസ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അതേപോലെ പാലസ്തീനിയൻ അതോറിറ്റിയിലുള്ള മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാം കൂടെ ക്യുമുലേറ്റീവായിട്ട് എടുത്ത് വന്ന അനാലിസിസിൽ ഉണ്ടായ റിപ്പോർട്ടാണിത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത സാഹചര്യം, നിലവാരം, ഫോഴ്സ്ഡ് എഡ്യൂക്കേഷൻ, അതായത് ഇവര് ചില കാര്യങ്ങൾ തീവ്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്കും കുട്ടികളുടെ മെച്യൂരിറ്റിക്കും ഒത്ത രീതിയിലുള്ള പഠിപ്പിലല്ല അവിടെ നടക്കുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ മാനസികമായിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെയാണ് ഇവര് ഈ ഒരു ഹമാസിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു 15,000 പേരെ 15,000 പേരായിട്ടുള്ള ഒരു ടീനേജ് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പയ്യന്മാരെ തിരഞ്ഞെടുത്തല്ലോ. അവർക്കൊരു സാലറി ഉണ്ട്, മാസം തുച്ഛമായ ഒരു സാലറി ഉണ്ട്, വേതനമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഹമാസിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ ഉള്ളിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായിട്ടാണ് പോയി ജോയിൻ ചെയ്യുന്നത്. ആ രീതിയിലാണ് പോകേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് അവിടുത്തെ ഹയറിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആ പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ മാനസിക നിലയിൽ ചെറിയ വ്യത്യാസമുള്ള കുട്ടികളായിട്ട് തന്നെ ഇവന്മാർ തന്നെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ് കുട്ടികളെ. 1 മില്യൺ കുട്ടികളുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാണ് അവിടുത്തെ ദുരന്ത അവസ്ഥ. ഇന്ന് നോർത്ത് ഗാസയ്ക്കുള്ളിൽ എൻട്രൻസ് പ്രവേശന അനുമതി കൊടുത്തിരുന്നല്ലോ ഇസ്രായേൽ. അപ്പൊ നോർത്ത് ഗാസയിലോട്ട് അങ്ങോട്ട് പോകാൻ സമയത്ത് അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല അത്രേ. കാരണം അത്രമാത്രം കെട്ടിട ഇടിപാടുകൾ അങ്ങനെ കിടക്കുകയാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അത്രയും ബ്ലോക്കേഡ്സ്. ഈ ബ്ലോക്കേഡുകൾക്കുള്ളിൽ കടന്നു കയറി പോകാന്നുള്ളത് വലിയ ചാലഞ്ചാണെന്നാണ് പറയുന്നത്. നോർത്ത് ഗാസ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഒരു കോൾ ഫോർ ചെയ്തിരിക്കുകയാണ് അവർ. എന്തിനാണെന്ന് പറഞ്ഞാൽ ചുറ്റാകെയുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ സപ്ലൈ ചെയ്യണം, ഓയിൽ വേണം അത്ര അവർക്ക്, ഓയിൽ, JCB ഇങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ അവർക്ക് വേണം, എക്യുപ്മെന്റ്സ്. അതൊക്കെ അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കെട്ടിട ഇടിപാടുകളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ഏത് അറബ് രാജ്യം ഏത് രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഇനി കണ്ടറിയണം. ഈജിപ്ത്, സൗദി അറേബ്യ,
ഇങ്ങനെയൊക്കെ രാജ്യങ്ങളുണ്ടല്ലോ ചുറ്റാകെ. അവരിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ രീതിയിലായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇന്ന് അവർക്ക് നോർത്ത് ഗാസയ്ക്കുള്ളിൽ പോയാൽ തന്നെയും അവർക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല. കാരണം ഇത് ക്ലീൻ ചെയ്തിട്ട് അവിടെ ടെന്റ് അടിക്കാൻ പറ്റും. ഇപ്പൊ ക്ലീൻ ചെയ്യാതെ അവിടെ ടെന്റ് അടിക്കാൻ പറ്റില്ല. താൽക്കാലിക ടെന്റ് അടിക്കാൻ സ്ഥലങ്ങൾ ഓരോരുത്തർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ സ്ഥലങ്ങൾ ടെന്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം ഈ അവിടെയുള്ള അത്രയും ജനങ്ങൾക്കുള്ള ടെന്റ് ഇന്ന് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അതിന് വേറൊരു തടസ്സം കൂടെ ഉണ്ട്. അതിനകത്ത് ഇന്ന് 1200 എയ്ഡ് ട്രക്ക് ഈ ടെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു പ്രാഥമിക ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ബാത്റൂം അതേപോലത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള ടെമ്പററി ടെന്റുകൾ കൊണ്ടുവരേണ്ട വാഹനങ്ങൾ കടന്നു വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹമാസുകാരന്മാരെ ഈ തോക്കം പിടിച്ചിങ്ങനെ നടന്നാൽ പോരല്ലോ. ഇവന്മാർ അവിടെ പോയി പണിയെടുക്കണം. കാരണം ഇവന്മാർക്ക് പണ്ടേ പണിയെടുത്ത് ശീലമില്ല. ഇവന്മാരാണെങ്കിൽ ഏതെങ്കിലും പൊത്തിനകത്ത് പോയി ഒളിച്ചിരിക്കുക, ജനങ്ങളുടെ ആവശ്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്ത് വേണം, നാളെ നോർത്ത് ഗാസയിൽ പോകേണ്ടതാണല്ലോ, ഈ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ റെഡിയാണോ, അവിടുത്തെ അവസ്ഥ എന്താണ്, അറ്റ്ലീസ്റ്റ് ന്യൂസ് പേപ്പറിലെങ്കിലും ഒരു പിക്ചർ എടുത്ത് സൂം ചെയ്ത് നോക്കാം നോർത്ത് ഗാസ ഏത് ലെവലിൽ കിടക്കുന്നു, അവിടുത്തെ കോറിഡോർ എത്രമാത്രം വികസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 കിലോമീറ്റർ ആണ് നെറ്റ്സരീം കോറിഡോർ. നമ്മൾ 3 കിലോമീറ്റർ എന്നാണ് നമ്മൾ ആദ്യത്തെ മാപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ക്ലിയർ ആയിട്ട് ഇന്നൊരു മാപ്പ് വന്നിട്ടുണ്ട്. 6 കിലോമീറ്റർ ആണ് നെറ്റ്സരീം കോറിഡോർ. അതായത് സെൻട്രൽ ഗാസയിൽ നിന്നും നോർത്ത് ഗാസയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ കോറിഡോർ ഉണ്ട്, നെറ്റ്സരീം കോറിഡോർ. അത് ക്രോസ് ചെയ്തിട്ടേ പോകാൻ പറ്റൂ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സെനാരിയോ മനസ്സിലായല്ലോ. 6 കിലോമീറ്റർ നടുഭാഗം കീറി മുറിച്ചിരിക്കുകയാണ്. ഗാസ 2ആയി പിളർന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ച് മനസ്സിലാക്കി ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗാസ 2ആയി പിളർന്നതിന്റെ ഹെഡിങ് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്, തമ്പനയിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രായേലിന്റെ ചില കൃത്യമായിട്ടുള്ള ചില കളികളാണ് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ അവന്മാർക്ക് കുറെ നാളെടുക്കും. അപ്പൊ ആ രീതിയിൽ ഇവർക്ക് ഉള്ളിൽ പോയി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നോർത്ത് ഗാസ കിടക്കുന്നത്. നോർത്ത് ഗാസയിലോട്ട് പോകണം എന്ന് എൻട്രൻസ് തുറന്നു കൊടുത്തു. പോയിട്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവന്മാരാണെങ്കിൽ ഇവിടെ 4 ഹോസ്റ്റേജ്, ആ 4 ഹോസ്റ്റേജ് അവരെ നൈസിനങ്ങ് വിട്ടാൽ മതി. ഇവന്മാർ അവിടെ ആഘോഷവും എന്തോ മാരേജ് ഫംഗ്ഷൻ പോലെയാണ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ഒറ്റോരുത്തന്റെ മുഖം വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല. മുഖം ഇന്നവൻ കാണിക്കുന്നെങ്കിൽ ചിലപ്പോൾ നാളെ അവൻ ജീവിച്ചിരിപ്പില്ല. എന്നാൽ യുവമാർക്ക് പണ്ടേ പണിയെടുത്തുള്ള ശീലമില്ല. ഇങ്ങനെ തോക്കും പൊക്കിങ് നടക്കുകയാണ്. പക്ഷെ ജനങ്ങളാണെങ്കിൽ ദുരിതത്തിലാണ്. ഇതാണ് അവിടുത്തെ റിയാലിറ്റി. ഞാൻ പറഞ്ഞത് ഫാക്റ്റ് ആണ്. ഫിലഡൽഫി കോറിഡോറിന്റെ ഗാസയ്ക്കുള്ളിൽ എൻട്രൻസ് ആവുന്ന ഒരു ഗേറ്റ് ആണ് കരീം ഷലോം. ആ കരീം ഷലോം ഗേറ്റിന്റെ പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് റെഡ് ക്രോസിനെ. അവിടെ റെഡ് ക്രോസിന്റെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടില്ല. ഇന്ന് ഏതാണ്ട് 180 മുതൽ 200 തടവ് പുള്ളികളെ വിട്ടയക്കും. ഈ കൊലപാതക കുറ്റത്തിൽപ്പെട്ട ആൾക്കാർ ഇതിനകത്തുണ്ട്. കുറ്റം ചെയ്ത് കുറ്റം തെളിയിക്കപ്പെട്ട് അതിൽ ശിക്ഷാവിധി നേരിടുന്ന ആൾക്കാർ അതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഇമാതിരിയുള്ള കേസുകളിൽപ്പെട്ട 70 പേര് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. 70 പേര്. അപ്പൊ ഈ 70 പേർക്കും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവരെ ഗാസയിലും കൊണ്ടുപോകാൻ പാടില്ല, വെസ്റ്റ് ബാങ്കിലും കൊണ്ടുപോകാൻ പാടില്ല. ഇവരെ ഫിലഡൽഫി കോറിഡോർ ത്രൂ വെളിയിൽ കൊണ്ടുവന്ന് കരീം ഷലോം ഗേറ്റും കടത്തി ഇവന്മാരെ ഡീപ്പോർട്ട് ചെയ്ത് റെഡ് ക്രോസിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇവന്മാർ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാരെ ഗാസയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലോ കണ്ട സ്ഥലത്ത് തട്ടും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, എഗ്രിമെന്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒപ്പുവെച്ചിട്ടാണ് ഇവന്മാർ വന്നിട്ട് വലിയ ആൾ കളിക്കുന്നത് ഇവിടെ. ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടാണ് ഇവന്മാർ വന്നിട്ട് ഇവിടെ വലിയ ആൾ കളിക്കുന്നത്. ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇമാതിരിയുള്ള കഠിന തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരെ ഇവന്മാരെ ഗസയിലും അല്ല വെസ്റ്റ് ബാങ്കിൽ നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവന്മാർ ഓക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒപ്പിട്ടിട്ടുണ്ട്. ഇനി അഥവാ യുവമാരുടെ മുഖം എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കളയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 70 വരെ ഇന്ന് വെളിയിൽ പുറത്ത് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവന്മാർക്ക് ഗസയിലും പറ്റില്ല, വെസ്റ്റ് ബാങ്കിലും വരാൻ പറ്റില്ല. ഈ ഹമാസ് ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി ഗസയിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഗസയ്ക്കുള്ളിൽ പോലും അവരുടെ സഹപാഠികളായിട്ട് ഇവർക്ക് വേണ്ടി കൊലപാതകം നടത്തിയ ആൾക്കാരെ തിരിച്ച് ഗസയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇസ്രായേൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അടിപതറിപ്പോ തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ത്യാഗങ്ങൾ ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഗസയിലോ വെസ്റ്റ് ബംഗാൾ കൊണ്ടുവരാൻ കഴിയാത്തത്. നിങ്ങൾ ഇവരെ നാട് കടത്തണം. നിങ്ങൾ കടത്തണ്ട, ഇസ്രായേൽ കടത്തിക്കോളും. 70 പേര് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ കൃത്യമായിട്ട് ഉന്നയിച്ചത് UNRWA വരുന്ന 30-ാം തീയതിക്കുള്ളിൽ ഗസയ്ക്കുള്ളിലോ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലോ ജെറുസലേമിലോ കാണാൻ പാടില്ല. എല്ലാം കെട്ടിപ്പറക്കി പൊയ്ക്കോണം. യുദ്ധം അവസാനിച്ചല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് അവിടെ ജോലി? ഒന്നാമത്തെ കാര്യം, ഇവരുടെ എഡ്യൂക്കേഷൻ മെത്തേഡ് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഇവര് ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ മൊത്തം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം. ഇതിലൂടെ ഇവർ ഫണ്ടാണ് കൊണ്ടുവരുന്നത്. ഇവർ ഫണ്ട് കൊണ്ടുവരുന്നു, ഇവര്
കൊണ്ടുവരുന്ന എയ്ഡുകളൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് മിസ്ഇൻഫർമേഷൻസ് കൊടുത്ത് ഇത് കടത്തപ്പെടാനും ഇത് കടത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരെ സഹായിക്കാനും ആ രീതിയിലുള്ള സകലമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് ഇവർ. അപ്പൊ അതുകൊണ്ട് ഇത് ക്ലിയർ എവിഡന്റ് ആയിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ് ഫുൾ ഡോക്യുമെന്റും പ്രൂഫുമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിൽ സംസാരിച്ചത്. യുവമാരെ 30-ാം തീയതിക്കുള്ളിൽ ഇവിടെ നിന്ന് കെട്ടിച്ചോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്ന് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ജെറുസലേമിന്റെ ഭാഗത്ത് UNRWA കൃത്യമായിട്ട് അതിന്റെ ചീഫായിട്ടുള്ള ആളിനെ അതിന്റെ കൺട്രോളർ ആയിട്ടുള്ള കോർഡിനേറ്റർ ആയിട്ടുള്ള ആളിനെ വിളിച്ചിട്ട് ഇസ്രായേലിന്റെ IDF വാൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 31-ാം തീയതി എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ കണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ UNRWAക്ക് ഒരു തീരുമാനമായി. IDF ഇന്നലെ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ എയർ സ്ട്രൈക്ക് നടത്തി. 2 സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, 2 പാലസ്തീനിയൻസ് ആണ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇത് തീവ്രവാദികളാണെന്ന് പറയുന്നത്. തീവ്രവാദികൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്, തീവ്രവാദികളെയാണ് കൊലപ്പെടുത്തിയതെന്ന് IDF പറയുന്നത്. പക്ഷേ അതേസമയം എപ്പോഴും പോലത്തെ ഈ ഒരു ഇരവാദം മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ തരത്തിലുള്ള ഓപ്പറേഷൻ അല്ല വെസ്റ്റ് ബാങ്കിൽ നടക്കുന്നത്. ഏതാണ്ട് സമാനമായിട്ട് ഗസയ്ക്കുള്ളിൽ നടക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ആണ് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനീൻ ഏരിയയിൽ കബാറ്റിയ എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഈ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയത്. ഒരുപാട് പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാര്യം വളരെ വ്യക്തമാണ്. ഈ ഹമാസുമായിട്ട് ഈ ഒരു സീസ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം ലൈൻ IDF വെറുതെ കളയാൻ തീരുമാനിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. IDF വെസ്റ്റ് ബാങ്ക് തൂത്തുപറക്കി വൃത്തിയാക്കാൻ ആ ഒരു ടൈം ഉപയോഗിക്കുകയാണ്. അതാണ് ഇവിടെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.